വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഇടതുപക്ഷമുണ്ടാകുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് MP. വെനസ്വേലയിൽ അമേരിക്ക നടത്തുന്നത് കൊടും ക്രൂരതയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയ്ക്ക് വൻ സ്വീകരണമാണ് കോഴിക്കോട് ലഭിച്ചത്. കയ്യേറ്റങ്ങൾ കണ്ടു നിൽക്കരുതെന്നും ഇന്ത്യ ഇടപെടണമെന്നും സ്വീകരണ പരിപാടിയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെ ഉള്ള ഒരു അക്രമമായ നീക്കമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തികച്ചും അതിനെതിരായി സംഘടിച്ച രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇതിനെതിരെ പോരാടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരുടെയും അവകാശ സംരക്ഷണത്തിന് എന്നും നിലകൊള്ളുമെന്ന് ജോൺ ബ്രിട്ടാസ് MP. വെനിസ്വേലയിലെ അമേരിക്കൻ ആക്രമണത്തിൽ ഇന്ത്യ മൗനം പാലിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ച കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട് ശ്ലാഘനീയമെന്ന് കേരള യാത്രയുടെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത ജോൺ ബ്രിട്ടാസ്. വെനിസ്വേല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി അതിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും തടവിലാക്കി കടത്തിക്കൊണ്ടുപോകുക എന്ന കാടത്തം അമേരിക്കൻ സാമ്രാജ്യത്വം കാണിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് അദ്ദേഹം ശബ്ദമുയർത്തിയത് ഇന്ത്യയല്ല ലോകം തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജാഥ ഉപനായകരായ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹിമാൻ സക്കാഫി, MLA-മാരായ PTA റഹീം, ലിൻഡോ ജോസഫ്, KM സച്ചിൻ ദേവ്, അഹമ്മദ് ദേവിർകോവിൽ, വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേൾവി പരിമിതർക്കായി പ്രഭാഷണങ്ങൾ ആംഗ്യഭാഷയിൽ അവതരണമുണ്ടായിരുന്നു. സംസ്ഥാന സെന്റിനറിയുടെ ഭാഗമായി ഈ മാസം 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.